നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വിസ തട്ടിപ്പ്. വാളകം സ്വദേശിയായ യുവതിയിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിൽ പ്രതി അറസ്റ്റിൽ. ആലുവ സ്വദേശി വിജയിയാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി രൂപപ്പെട്ട കുഴി ശാസ്ത്രീയമായി മൂടാത്തത് അപകട ഭീഷണിയാകുന്നു. 2 ആഴ്ച മുൻപാണ് പൈപ്പ് പൊട്ടിയത്. റോഡ് കുഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ശാസ്ത്രീയമായി കുഴി മൂടാൻ നടപടിയുണ്ടായിട്ടില്ല. മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനമില്ല. അതൃപ്തി പരസ്യമാക്കി മൂവാറ്റുപുഴയിലെ പ്രവർത്തകർ. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ്. എന്തുകൊണ്ട് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് നേതാക്കൾ പറയണമെന്ന് ആവശ്യം. ബാലവേദി മൂവാറ്റുപുഴ മണ്ഡലം കലോത്സവം നക്ഷത്രക്കൂട്ടം 2026 സമാപിച്ചു. തൃക്കളത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് കലോത്സവം സംഘടിപ്പിച്ചത്. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു. പായിപ്ര പഞ്ചായത്ത് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് വാർഡ് തല ഉദ്ഘാടനം നിർവഹിച്ചു. 14ാം വാർഡ് മെമ്പർ റംല കബീർ അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. വിസ തട്ടിപ്പ് കേസിലെ പ്രതി അറസ്റ്റിൽ. വാളകം സ്വദേശിയായ യുവതിയിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിൽ ആലുവ സ്വദേശി വിജയിയാണ് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത്. വിസ തട്ടിപ്പ് കേസിലെ പ്രതി അറസ്റ്റിൽ. ആലുവ കീഴ്മാട് എരുമത്തല സ്വദേശി ഉമാപറമ്പിൽ വിജയിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ അനിൽ ജോർജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഹംഗറിയിൽ കമ്പനിയിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് മൂവാറ്റുപുഴ വാളകം സ്വദേശിയായ യുവതിയിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിലാണ് പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഇത്തരം കേസുകളും പരാതികളും നിലനിൽക്കെ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒറ്റപ്പാലം പാലപ്പുറം ഭാഗത്തുള്ള വാടക വീട്ടിൽ നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. SI TA മുഹമ്മദ്, ASIമാരായ PS സലീം, VM ജമാൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹാരിസ് H എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയത് ശാസ്ത്രീയമായി മൂടാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. MC റോഡ് മൂവാറ്റുപുഴ പുനലൂർ റോഡ് സംഗമിക്കുന്ന മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപത്തെ ഭാഗത്താണ് അധികൃതരുടെ അനാസ്ഥ തുടരുന്നത്. മൂവാറ്റുപുഴ നഗരത്തിലെ തിരക്കേറിയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയത് ശാസ്ത്രീയമായി മൂടാത്തത് അപകട ഭീഷണിയാകുന്നു. MC റോഡും മൂവാറ്റുപുഴ പുനലൂർ റോഡും സംഗമിക്കുന്ന മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപത്തെ ഭാഗത്താണ് അധികൃതരുടെ അനാസ്ഥ തുടരുന്നത്. 2 ആഴ്ച മുൻപാണ് ഇവിടെ പൈപ്പ് പൊട്ടിയത്. തുടർന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ റോഡ് കുഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുഴി ശാസ്ത്രീയമായി മൂടി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയുണ്ടായില്ല. നിലവിൽ റോഡിന് നടുവിലെ വലിയ കുഴിക്ക് മുന്നിലായി പ്ലാസ്റ്റിക് ട്രാഫിക് ബാരിയർ മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ ഈ ഭാഗത്ത് തെരുവ് വിളക്കുകൾ തെളിയാത്തതിനാൽ ദൂരെ നിന്ന് എത്തുന്ന വാഹനയാത്രക്കാർക്ക് ബാരിയറോ കുഴിയോ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അപകട സാധ്യത കണക്കിലെടുത്ത് അധികൃതർ അനാസ്ഥ വെടിഞ്ഞ റോഡ് ശാസ്ത്രീയമായി ടാർ ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുന്നതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികളുടെ പേരിൽ ടാർ ചെയ്തിരിക്കുന്ന റോഡുകൾ കുഴിച്ച ശേഷം ശാസ്ത്രീയമായി കുഴി അടയ്ക്കാതെ കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇരുചക്രവാഹനം ഉൾപ്പെടെയുള്ള യാത്രക്കാരെ അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മാത്യു കുഴൽനാടിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൽ മൂവാറ്റുപുഴയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൃപ്തി. ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, ആവോലി മണ്ഡലം പ്രസിഡന്റ് VS ഷെഫാൻ, പായിപ്ര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷഫീർ മീനമറ്റം അടക്കമുള്ള പ്രവർത്തകരാണ് കടുത്ത അതൃപ്തി പ്രകടമാക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരവെയാണ് VDS മന്ത്രിസഭയിൽ മാത്യു കുഴൽനാടിനെ ഉൾപ്പെടുത്താത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാത്യു കുഴൽനാടനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന ചർച്ചകൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ കുഴൽനാടനെ അവസാന ഘട്ടത്തിൽ പരിഗണിച്ചില്ല. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ മാത്യു കുഴൽനാടൻ വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം എത്തിയതിന് പിന്നാലെ നിയുക്ത മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന പോസ്റ്റ് പ്രവർത്തകരടക്കം പങ്കുവച്ചിരുന്നു. വൈവിധ്യങ്ങളായ പരിപാടികളാൽ ശ്രദ്ധേയമായി ബാലവേദിയുടെ മൂവാറ്റുപുഴ മണ്ഡലം കലോത്സവം. തൃക്കളത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ബാലവേദി മൂവാറ്റുപുഴ മണ്ഡലം കലോത്സവം നക്ഷത്രക്കൂട്ടം 2026 മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു. കഥയും കവിതയും പാട്ടും മായാജാലവും കൂത്തും പുരാണവും വർത്തമാനവും ഒക്കെ ചേർന്ന ക്യാമ്പ് കുട്ടികളിൽ അറിവും ചിന്തയും വിസ്മയവും സൃഷ്ടിച്ചു. കലോത്സവം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും യുവ കലാസാഹിതി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റുമായ വിനോദ് കൈതാരം ഉദ്ഘാടനം ചെയ്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.
പായിപ്ര പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. പ്രവർത്തനത്തിന്റെ വാർഡ് തല ഉദ്ഘാടനം 14-ാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് നിർവഹിച്ചു. കൈനിക്കര കാവിനരികെയുള്ള ഓട ശുചീകരണം നടത്തുകയും ആ ഭാഗത്ത് അടിയന്തരമായി ക്യാമറ സ്ഥാപിച്ച് മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വാർഡ് മെമ്പർ റംല കബീർ അധ്യക്ഷത വഹിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മേക്കടമ്പ കോച്ചേരിയിൽ മാത്യു മത്തായി നിര്യാതനായി. സംസ്കാരം നടത്തി. ഭാര്യ അന്നമ്മ, മുടവൂർ മാരിക്കുടിയിൽ കുടുംബാംഗം. മക്കൾ പൗലോസ്, വർഗീസ്, മേരി, ലീല, മത്തായി കുഞ്ഞ്. മരുമക്കൾ ലിസി, മിനി, രാജു, അബ്രഹാം, ലീന. ആയവന പാലിയത്ത് മാത്യു നിര്യാതനായി. സംസ്കാരം നടത്തി. ഭാര്യ മേരി, പോത്താനിക്കാട് പലേക്കുടിയിൽ കുടുംബാംഗം. മക്കൾ സജി, ബിജു, സിജു, റജി. മരുമക്കൾ സാനി സജി, റീജ ബിജു, ജിനി സിജു, ജോസ്മി റജി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.